Hello dear students, welcome to Lakshya School Plus. Myself Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് വെബ് ഡിസൈൻ യൂസിങ് HTML-നകത്തെ ടാബിൾ ടാബിൾ ടാഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ടാബിൾ ഉണ്ടാക്കുക എന്നാണ്. എങ്ങനെയാണ് ക്രിയേറ്റിംഗ് ടേബിൾസ് ഇൻ HTML ഒരു വെബ് പേജിനകത്ത് ഒരു ടാബിൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ടാബിൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. ഒരു ടാബിൾ എങ്ങനെ ഉണ്ടാക്കാം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗിന്റെ പേരാണ്. അപ്പോൾ ടാബിൾ എന്താണെന്ന് അറിയാലോ, റോസ് ആൻഡ് കോളംസ് ആയിട്ട് സെൽസ് ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഓരോ സെല്ലിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഇമേജ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാബിൾ ഈസ് എ സ്ട്രക്ചേർഡ് എലമെന്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റോ ആൻഡ് കോളംസ് ആണ്, സെൽസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. വി ക്യാൻ പ്ലേസ് എനി കൈൻഡ് ഓഫ് കണ്ടന്റ്സ് ലൈക്ക് ടെക്സ്റ്റ് ഇമേജ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടാബിളിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗിന്റെ പേര് ടാബിൾ ടാഗ് ആണ്. ടാഗിന്റെ പേര് എന്താണ്? ടാബിൾ എന്ന് പറയുന്ന ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ടാബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗിന്റെ പേരെന്താണ്? ടാബിൾ ടാഗ് ആണ്. അതിന് അസോസിയേറ്റ് സപ്പോർട്ട് ചെയ്ത് വരുന്ന ടാഗ്സ് ആണ് TH, TR, TD. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗിന്റെ പേര് ടാബിൾ ടാഗ് ആണ്. അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് അതിന് സപ്പോർട്ടീവ് ആയിട്ട് വരുന്ന ടാഗ്സ് ആണ് TH, TR, TD. TH എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ TH ഉപയോഗിക്കുന്നത്. ടേബിൾ ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി, ടേബിൾ റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് TR ഉപയോഗിക്കുന്നത്. ടേബിൾ ഡാറ്റ കൊടുക്കാൻ വേണ്ടി TD ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് HTML-നകത്ത് നമ്മളൊരു വെബ് പേജിനകത്ത് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേബിൾ ഈസ് എ കണ്ടെയ്നർ ടൈപ്പ് ടാഗ് ആണ്. ഒരു കണ്ടെയ്നർ ടൈപ്പ് ടാഗ് ആണ്. അപ്പോൾ ടേബിൾ കണ്ടെയ്നർ ടൈപ്പ് ടാഗ് അറിയാലോ, ഓപ്പണിംഗ് വേണം, എൻഡിങ് വേണം. അപ്പോൾ ടേബിൾ തുടങ്ങുന്നു, ടേബിൾ അവസാനിക്കുന്നു, ടേബിൾ പറയുന്നു. മാത്രമല്ല ടാബിളിന് കൃത്യമായി ടാബിളിന് ബോർഡേഴ്സ് വരണമെങ്കിൽ, കൃത്യമായി ഇങ്ങനെ ബോർഡർ വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ടാബിളിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ബോർഡർ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ടേബിളിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ടാബിൾ കിട്ടില്ല. ടാബിൾ എന്ത് ചെയ്യണം? നമ്മൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ടേബിളിന്റെ വാല്യൂ 1 കൊടുക്കുക. അപ്പോഴേ ബോർഡർ കിട്ടുക. അപ്പോൾ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദി ബോർഡർ. അപ്പോൾ ടാബിൾ എന്ന് പറയുന്ന ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ് ബോർഡർ ടാഗ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരുന്നു? ആ ടേബിളിന് ചുറ്റോറ് എന്ത് വരുന്നു? ഒരു ബോർഡർ, ഇങ്ങനെ കൃത്യമായ ഒരു ബോർഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബോർഡർ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കണം. നെക്സ്റ്റ് ആട്രിബ്യൂട്ടിന്റെ പേരാണ്, ആ ബോർഡറിന് കളർ കൊടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബോർഡർ കളർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അലൈൻ ആണ്. അലൈൻ എന്ന് പറയുന്ന അനദർ ആട്രിബ്യൂട്ട് ഉണ്ട്. ടാബിൾ ടാഗിന് മറ്റൊരു ആട്രിബ്യൂട്ട് അലൈൻ. ദ പൊസിഷൻ ഓഫ് ദി ടേബിൾ ഇൻസൈഡ് ദ ബ്രൗസർ വിൻഡോ. ഇത് ബ്രൗസർ വിൻഡോ ആണെങ്കിൽ ഈ ബ്രൗസർ വിൻഡോന്റെ എവിടെയാണ് ടേബിൾ വരേണ്ടത്? ഇവിടെയാണോ വരേണ്ടത്, അല്ല ഇവിടെയാണോ വരേണ്ടത് എന്ന് തീരുമാനിക്കണം അലൈൻ ആണ്. അപ്പൊ അലൈന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദ പോസിബിൾ വാല്യൂസ് ഓഫ് അലൈൻ എന്താണ്? റൈറ്റ് ഉണ്ട്, സെന്റർ ഉണ്ട്, അല്ലെ, ലെഫ്റ്റ് ഉണ്ട്. ഡിഫോൾട്ട് വാല്യൂ എവിടെയാണ്? ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എവിടെ സൈഡിലാണ് ഉണ്ടാവുക? ഡിഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ്, ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി, ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഇമേജ്. ആ ഇമേജിന്റെ പേര് അവിടെ കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വരുന്നു? ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരുന്നു? ഒരു ഇമേജ് വരുന്നു. അപ്പോൾ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ പേരാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി സെൽഫ് സ്പേസിംഗ് ആൻഡ് സെൽഫ് പാഡിംഗ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സെൽഫ് സ്പേസിംഗ് ആൻഡ് സെൽഫ് പാഡിംഗ് എന്ന് പറയുന്നത്. സെൽഫ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിന്റെ, അതായത് ഹാവ് സെൽസ് ബിറ്റ്വീൻ, അല്ലെ, ഒരു സ്പേസ് ബിറ്റ്വീൻ സെൽസ് ഉണ്ടാവും. സെല്ലുകൾ തമ്മിലുള്ള സ്പേസിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് സ്പേസിംഗ്. ടേബിൾ സെൽ ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം, അല്ലെ. വി ക്യാൻ എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പേസ്. ആ സെല്ലുകൾ തമ്മിലുള്ള ഈ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്? സെൽ സ്പേസ്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സെൽ സ്പേസ് വേണം, അതിന്റെ വാല്യൂ നമുക്ക് നമ്പേഴ്സ് ഓഫ് പിക്സലാണ് കൊടുക്കുക. അത് കൂട്ടണോ വേണ്ടയോ കുറക്കണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. അത് മാത്രമല്ല സെൽ പാഡിംഗ് എന്ന് പറയുന്ന അതിനകത്ത് ആട്രിബ്യൂട്ട് ഉണ്ട്. സെൽഫ് പാഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലും ഈ ഡാറ്റയും തമ്മിൽ, ഇവിടെ ഡാറ്റ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റയും തമ്മിലുള്ള ദൂരം, നമ്മുടെ സെല്ലും ഈ ഡാറ്റയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെയാണെന്ന് പറയുന്നത് സെൽഫ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സെൽഫ് പാഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൽഫ് പാഡിംഗ്, there is a space between content and cell border. ഈ സെൽ ബോർഡറും കണ്ടന്റും തമ്മിലുള്ള ഈ ഡിഫറൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സെൽ ബോർഡറും കണ്ടന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സെൽഫ് പാഡിംഗ്. അത് സെറ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? സെൽഫ് പാഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ബോർഡർ ഉണ്ട്, ബോർഡർ കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സെൽഫ് പാഡിംഗ് ഉണ്ട്, സെൽഫ് സ്പേസിംഗ് ഉണ്ട്. നെക്സ്റ്റ് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിന്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും, റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 5 എന്ത് പഠിച്ചു നോക്കാം നമ്മൾ? ആട്രിബ്യൂട്ട്സ്. എന്തിന്റെ ആട്രിബ്യൂട്ട്സ്? ടേബിളിന്റെ ഒരു 5 ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചു നോക്കുക. അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? TR ടാഗ്. ഇപ്പൊ നമുക്കൊരു ടേബിളിനകത്ത്
ഒരു റോ ഉണ്ടാക്കണം. ടേബിൾ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ. ടേബിൾ മാത്രം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ടേബിൾ ശ്രദ്ധിക്കുക, ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ടേബിൾ ആണെന്ന് മനസ്സിലായി, ടേബിൾ ആണ്. ഇനി നമുക്ക് എന്ത് നിർമ്മിക്കണം? നമുക്ക് ആ റോ നിർമ്മിക്കണം, ഒരു റോ ഉണ്ടാക്കണം. ആ റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? TR എന്നാണ് പറയുക, TR. അപ്പൊ ടേബിൾ TR എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ദ റോ ഈസ് എ ടേബിൾ ഈസ് ക്രിയേറ്റഡ് യൂസിങ് TR ടാഗ്. TR ടാഗ് ഉപയോഗിച്ചിട്ടാണ് ടേബിളിന്റെ റോ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടൈപ്പ് ടാഗ് ആണ്. ഇതൊരു കണ്ടെയ്നർ ടൈപ്പ് ടാഗ് ആണ്. TR ടാഗ് ഉപയോഗിച്ചിട്ടാണ് ടേബിൾ റോ ഉണ്ടാക്കുന്നത്. ദ ഹോൾ റോ ഈസ് എൻക്ലോസ്ഡ് വിത്ത് TR. ആ റോനെ മൊത്തം, ആ റോ തുടങ്ങി അത് അവസാനിക്കുന്ന ഒരു റോന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? TD TH ഒക്കെ കൊടുക്കുക. അപ്പൊ ഒരു റോ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗിന്റെ പേരാണ് എന്ത്? TR ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ TR ടാഗ് ഈസ് ആൾവേസ് കം ഇൻസൈഡ്. കണ്ടോ, ടേബിൾ ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ടേബിൾ ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? TR ടാഗ് കൊടുക്കുക. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് TH ടാഗ് ആണ്. TH ടാഗ് എന്താണ്? ടേബിൾ ഡാറ്റ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്കറിയാം ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് എ സിമ്പിൾ ടേബിൾ. രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക്. ഇതൊരു സിമ്പിൾ ടേബിൾ ആണ്. 1 നെയിം രാജു, മാർക്ക് 100, 2 രാധ, മാർക്ക് 100 തന്നെയാണ്. അപ്പൊ ഇത് ഇവിടെ പറയുന്ന ഇതിനെയാണ് റോ എന്ന് പറയാ. ഈ പറയുന്ന റോ ഇതിനെയാണ് റോ എന്ന് പറയാ. ഈ റോക്കകത്ത് മെയിൻ വരുന്ന ഡാറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ റോക്കകത്ത് നെയിം അതുപോലെ ആ സംഭവം എന്താണ്? ഇതെന്താണ്? ടേബിൾ ഹെഡിങ് ആണ്. ഇത് ടേബിൾ ഹെഡിങ് ആയിട്ടാണ് കൊടുക്കുക. ഇത് ടേബിൾ ഡാറ്റ. അപ്പൊ ടേബിൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടേബിൾ ഹെഡിങ് കൊടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? TH ഉപയോഗിക്കുക. The TH tag is used to define heading cells. ടേബിൾ ഹെഡിങ് അല്ല, സോറി, ഹെഡിങ് സെൽസ് കൊടുക്കാൻ വേണ്ടി. ഇതാണ് ഹെഡിങ് സെൽസ് എന്ന് പറയുന്നത്. ഹെഡിങ് സെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? TH ഉപയോഗിക്കുന്നത്. ഡാറ്റാ സെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? TD. അപ്പൊ TH എവിടെ കൊടുക്കുക? TRന്റെ ഉള്ളിലാണ് നമ്മൾ TH കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഈ ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. TR പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറയണം? TH പറയുന്നു. THനകത്ത് നമ്മൾ എന്താ പറയുക? രജിസ്റ്റർ നമ്പർ. ഫസ്റ്റത്തെ TH എന്താണ്? രജിസ്റ്റർ നമ്പർ. ആ TH എന്ത് ചെയ്യണം? നമ്മൾ ക്ലോസ് ചെയ്യണം. കണ്ടോ? നെക്സ്റ്റ് TH എന്താ? അടുത്ത TH നെയിം ആണ്. എന്നിട്ട് ആ TH നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് അടുത്ത TH എന്താണ്? മാർക്ക്. അങ്ങനെ ആ TH ക്ലോസ് ചെയ്ത് TR നമ്മൾ എന്ത് ചെയ്യണം? ആ TR നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് അടുത്ത എന്താ? TD ആണ്. അടുത്ത TD കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? TR കൊടുക്കണം. അടുത്ത TR കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ടാഗ്സ് ഏതൊക്കെയാണ്? ടേബിൾ ടാഗ് വേണം, TR ടാഗ്. ടേബിളിന്റെ റോ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കും? TR ടാഗ് ഉപയോഗിക്കണം. അതിന്റെ സെല്ലുകൾ പറയാൻ നമ്മൾ ഹെഡിങ് സെല്ല് പറയാൻ TH ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഡാറ്റ സെല്ല് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? TD ഉപയോഗിക്കണം. TD ആണ് ഉപയോഗിക്കുക. അപ്പൊ TD ഇവിടെ നോക്കൂ. TD കണ്ടോ? ഡാറ്റ സെൽ. ഇറ്റ് ഇസ് എന്താണ്? THന്റെ പോലെ തന്നെയാണ്. TD ആ ടേബിൾ ഡാറ്റ പറയാൻ വേണ്ടിയിട്ട്, അതായത് സെല്ലിനകത്തുള്ള ഡാറ്റ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? TD എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കണ്ടെയ്നർ ടൈപ്പ് ടാഗ് ആണ് അല്ലേ? അപ്പൊ നോക്കാം, നമുക്ക് ഈ ഒരു ടേബിൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഈ ടേബിൾ നോക്കുക. റോൾ നമ്പർ ഉണ്ട്. ഈ ഒരു ടേബിൾ ആണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ഈ ഒരു ടേബിൾ എങ്ങനെയാണ് HTML അകത്ത് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ പറയാം, നോക്കാം കേട്ടോ. ടേബിൾ പറയുന്നു, ബോർഡർ ഈസ് ഈക്വൽ ടു എന്ത് പറയുന്നു? 2 പറയുന്നു. ബോർഡർ ഈസ് ഈക്വൽ 2 പറയുന്നു. എന്നിട്ട് TR പറഞ്ഞു. TR പറഞ്ഞാൽ നമുക്കറിയാം ഒരു റോ ഉണ്ടാകുന്നു. ആ റോക്കകത്ത് TH പറയുന്നു. THനകത്ത് എന്താണ്? ആദ്യത്തെ TH എന്താണ്? റോൾ നമ്പർ ആണ്. ആ TH നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ആ TH ക്ലോസ് ചെയ്യുന്നു. അടുത്ത TH പറയുന്നു. അടുത്ത TH എന്താണ്? നെയിം ആണ്. ആ TH എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ആ TR എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോ ഉണ്ടാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും അടുത്ത റോ ആണ്. അടുത്ത റോ പറയണം. അടുത്ത റോക്ക് വീണ്ടും നമ്മൾ TR പറയുന്നു. ഇത് ടേബിൾ ഡാറ്റ ആണല്ലോ. അപ്പോൾ TD പറയുന്നു. TDക്കകത്ത് 1. ആ TD എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അനദർ TD പറയുന്നു. അതിനകത്ത് എന്താ കൊടുത്തുള്ളത്? രാജു എന്നാ കൊടുത്തുള്ളത്. രാജു പറയുന്നു. ആ TD എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ആ TR എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു റോയും കൂടി കിട്ടി. ഇനി അടുത്ത അനദർ റോ ആണ് ഈ റോയ് പറയുന്നത്. രണ്ടാമത്തെ റോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? TR തുറക്കുന്നു. അതിനകത്ത് TDക്കകത്ത് എന്ത് പറയുന്നു? TDക്കകത്ത് 2 പറയുന്നു. ആ TD എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അനദർ TD തുറക്കുന്നു. അതിനകത്ത് എന്ത് പറയുന്നു? രാധ എന്ന് പറയുന്നു. ആ TD എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ആ TR എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് സിംപിളി നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടേബിൾ ഉണ്ടാക്കാൻ ഈ ടേബിൾ ടാഗ്, TR ടാഗ്, TH ടാഗ് എന്നാണ് പറയുക. ഇതിനകത്ത് വേറൊരു കൺസെപ്റ്റും കൂടി നമുക്ക് അതിനകത്ത് പറയാനുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ള ഉപയോഗിച്ചുള്ള ടാഗാണ്. ആ ടാഗിന്റെ സെല്ലുകൾക്കൊക്കെ നമുക്ക് കളർ സെൽ ബോർഡറിനും അതുപോലെ തന്നെ ടേബിൾ ബോർഡറൊക്കെ കളർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ട ബോർഡർ ഇസിക്വൽ 3 ബോർഡർ കളർ റെഡ് കൊടുത്തു, BG കളർ ഒരു പ്രത്യേക കളർ കൊടുത്തു, ഓരോ TR പറഞ്ഞു അല്ലെ, അതിനൊക്കെ കൃത്യമായ കളർ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഈ ടേബിൾ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് TR ടാഗ് ആണ്. TR ടാഗിന്റെ ആട്രിബ്യൂട്ട് അലൈന് വി അലൈൻ. നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ആട്രിബ്യൂട്ട്സ് ഓഫ് TR ടാഗ് അലൈൻ എന്ത് വേണമെന്ന്, അലൈൻ എങ്ങോട്ടാണ് അലൈൻ ചെയ്യേണ്ടത്. അതായത് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഓഫ് ടെക്സ്റ്റ് ഇൻ ദ സെല്ല്. ആ റോക്കകത്തുള്ള സെല്ലിനകത്തുള്ള ടെക്സ്റ്റുകൾ എങ്ങോട്ടാണ് അലൈൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. അതായത് ഇപ്പൊ ഇത് റോ ആണെങ്കിൽ ആ റോ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, അലൈൻ TR അലൈൻ ഈസ് ഈക്വൽ ടു സെന്റർ കൊടുത്താൽ അതിനകത്തുള്ള സെല്ലുകളിലുള്ള ഡാറ്റ എന്താണ്, സെന്റർ അലൈൻ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വെർട്ടിക്കൽ അലൈൻ ഉണ്ട്, അതേപോലെ തന്നെ വെർട്ടിക്കൽ അലൈൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് BG കളർ എന്താണ്, ആ ഒരു റോന്റെ കളർ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു റോന്റെ കളർ ഇപ്പൊ നോക്കൂ, ഈ ഒരു റോന്റെ കളർ മാത്രം നമ്മൾ എന്ത് ചെയ്തു, TR BG കളർ ഈസ് ഈക്വൽ ടു യെല്ലോ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ കളർ എന്തായി മാറി, യെല്ലോ ആയിട്ട് മാറി. അപ്പൊ അത്തരത്തിൽ 3 ആട്രിബ്യൂട്ട് ആണ് TR ടാഗിനുള്ളത്, അലൈന്, വി അലൈന്, BG കളർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആട്രിബ്യൂട്ട് TH ആൻഡ് TD. TH-നും TD-ക്കും സെയിം എന്തുണ്ട്, അലൈന്, വി അലൈന്, BG കളർ ഉണ്ട്. അപ്പോൾ TH-നും TD-ക്കും TR-നും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണെന്ത്, അലൈന്, വി അലൈന്, BG കളർ. അത് ഓർത്തു വെക്കുക, സെയിം തന്നെയാണ്. കണ്ടോ, ടേബിള്, TR, TD, TH-ന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരാളാണ് ആര്, BG കളർ എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്തുണ്ട്, BG കളർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് TH-ന് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു 2 ആട്രിബ്യൂട്ട് ആണ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ? ഇപ്പൊ നമുക്കൊരു കോളത്തിനകത്ത് ഒരു സെല്ലിനകത്ത് കൊള്ളുന്നില്ല, ഒരു ഡാറ്റ ഒരു സെല്ലിനകത്ത് ഈ ഒരു സെല്ലിനകത്ത് കൊള്ളുന്നില്ല എന്ന് വിചാരിക്കാം. നമുക്കൊരു ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സെല്ലിനകത്ത് കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലും കൂടി അക്വയർ ചെയ്യണം, രണ്ടാമത്തെ സെല്ലും കൂടി അക്വയർ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കോൾ സ്പാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് കോൾ സ്പാൻ എന്ന് പറയുന്നത്. കോൾ സ്പാൻ കണ്ടോ, രണ്ട് റോന് 2 കോളത്തിനെ സ്പാൻ ചെയ്തു. ഇനി നമുക്കൊരു ഡാറ്റ ടൈപ്പ് ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റോക്കകത്ത് കൊള്ളുന്നില്ല, ഈ ഒരു റോക്കകത്ത് കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു റോനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്പാൻ എന്ന് എന്ത് ചെയ്യുന്നത്, റോസ്പാൻ ആണ്. അപ്പോൾ കോൾ സ്പാൻ ദീസ് ആട്രിബ്യൂട്ട്സ് അറ്റ് കോളം ഒക്യുപ്പൈ മോർ ദാൻ 1 സെൽ. ഒരു സെല്ലിന് ഒരു കോളം എന്ത് ചെയ്യുന്നു, ഒക്യുപ്പൈ മോർ ദാൻ 1 സെല്ലാണ്. 1 സെൽ, ഒന്നിലധികം സെല്ലിൽ എന്ത് ചെയ്യുന്നു, ഒക്യുപ്പൈ ചെയ്യുന്നതിനാണ് റോസ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ TH കോൾ സ്പാൻ 3 എന്ന് പറഞ്ഞാൽ ആ കോളം എന്ത് ചെയ്യുന്നു, ആ ടേബിൾ ഹെഡിന്റെ ഹെഡിങ് സെല്ല് എത്ര കോളം സ്പാൻ ചെയ്യുന്നു, 3 കോളം സ്പാൻ ചെയ്യുന്നു. അടുത്ത റോ എന്താണ്, അതുപോലെ തന്നെ റോ സ്പാൻ സ്പെസിഫൈ ചെയ്ത നമ്പർ ഓഫ് റോ സ്പാൻഡ്. ആ ഒരു സെല്ല് എത്ര റോ എന്ത് ചെയ്തിട്ടിരിക്കുന്നു, സ്പാൻ ചെയ്തിരിക്കുന്നതാണ്. അതൊരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ എത്ര മെയിൻ ആയിട്ട് എത്ര റോ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 കോളവും 3 റോയും ഉണ്ട് അല്ലേ. ശരിക്കും 3 കോളവും റോയും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് റോയിലെ സെല്ല് എന്ത് ചെയ്തിട്ടുണ്ട്, 3 കോളത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പാൻ ചെയ്തിട്ടുണ്ട്. 3 കോളത്തിനെ സ്പാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ല് 2 റോനെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ, ഈ ടേബിൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, നമ്മൾ ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക. TR പറയുന്നു. എന്നിട്ട് THനകത്ത് നമ്മൾ എന്താ പറയുക, THനകത്ത് എന്താ പറയണ്ടേ, TH അതിനകത്ത് എത്ര സെല്ലാണ്, എത്ര കോളാണ് സ്പാൻ ചെയ്തിട്ടുള്ളത്, കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു എത്രയാണ്, കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 3. അതിനകത്താണ് എന്ത് പറയേണ്ടത്, നമ്പർ ഓഫ് എന്താണ്, രജിസ്റ്റേർഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ TH ക്ലോസ് ചെയ്തു, ആ റോയും എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു, TR ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു റോ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു റോ ഉണ്ടായി കഴിഞ്ഞു നമുക്ക്. ഈ നെക്സ്റ്റ് എന്താണ് പറയേണ്ടത്, അടുത്ത TR പറയുന്നു. അടുത്ത TRനകത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 റോനെ സ്പാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത അതും TH തന്നെയാണ്. TH എത്രയാണ്, അത് റോസ്പാൻ ആണ്. റോസ്പാൻ എന്താണ്, റോസ്പാൻ ഈസ് ഈക്വൽ ടു എത്രയാണ്, 2 ആണ്. അതിനകത്ത് എന്താ കൊടുത്തുള്ളത്, ഇയർ ആണ്. ആ TH എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു.
കണ്ടോ? അപ്പോൾ ഈ ഒരു റോ സ്പാൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ, അത് ഇങ്ങനെയാണ് പോണത്. അടുത്ത എന്താണ്, അടുത്ത ടി ഡി ആയിട്ടാണ് കൊടുത്തുള്ളത്. ടി ഡി 2014 ആ ടി ഡി എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അടുത്ത ടി ഡി എന്താ, അടുത്ത ടി ഡി എന്താണ് 75 ആ ടി ഡി എന്ത് ചെയ്യുന്നു, ആ ടി ഡി ക്ലോസ് ചെയ്യുന്നു. അഗൈൻ ആ ടി ആർ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അഗൈൻ അടുത്ത ടി ആർ പറയുന്നു, അതിനകത്ത് വീണ്ടും ടി ഡി തുറക്കുന്നു. 2015 എന്ന് പറയുന്നു. 2015 എന്ന് പറയുന്നു. ആ ടി ഡി ക്ലോസ് ചെയ്യുന്നു. പിന്നെ അടുത്ത ടി ഡിക്കകത്ത് എന്ത് പറയുന്നു, ടി ഡി എന്താണ് 88 ആ ടി ഡി എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അഗൈൻ എന്താണ്, ടാബിൾ എന്ത് ചെയ്യുന്നു, ആ ടി ആർ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ടാബിൾ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ടാബിൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ടാബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടാബിൾ ടാഗ് ആണ് ഉപയോഗിക്കുക. ഒരു റോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടി ആർ ആണ്. അതുപോലെ തന്നെ ടേബിളിന്റെ സെല്ലിന്റെ ഹെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടി എച്ച് ആണ്. സെല്ലിന്റെ ഡാറ്റ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടി ഡി ആണ്. അതിൻ്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട് കഴിയും. 2-3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. 2 മാർക്ക് എന്തായാലും ഒരു സിമ്പിൾ ടേബിൾ ഉണ്ടാക്കാൻ ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇത്രയാണ് ഒരു ടേബിൾ, ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ HTML-നകത്ത് ഒരു ടേബിൾ ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മൾ ടേബിൾ ടാഗ് ഉപയോഗിക്കുക. എപ്പോഴും എന്ത് ഉപയോഗിക്കണം, ബോർഡർ ഉപയോഗിക്കണം, മറക്കരുത്. ബോർഡർ 1 ഒരു നോൺ സീറോ വാല്യൂ എപ്പോഴും എന്ത് കൊടുക്കണം, 1 2 എന്താ ഇവിടെ കൊടുക്കണം, ബോർഡറിനകത്ത് കൊടുക്കണം. പിന്നെ ടി ആർ പറയാം. റോ ഉണ്ടാക്കാൻ എന്ത് പറയുന്നു, ടി ആർ പറയുന്നു. അതിനകത്ത് ഹെഡിങ് ആണ്, ഹെഡ് ടി എച്ച് പറയുന്നു, ടി ഡി പറയും. ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു ടേബിൾ ഉണ്ടാക്കുന്നത്. എന്തിനകത്ത്, HTML-നകത്ത് ഒരു വെബ് പേജിനകത്ത് ടേബിൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. Okay, thank you.